UGCയുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. UGC ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ ചട്ടം കൊണ്ടുവന്നിരുന്നു. ഇതിനെതിരെ ഉത്തർപ്രദേശിലടക്കമുള്ള സവർണ്ണ സംഘടനകൾ BJP നേതാക്കന്മാരടക്കം തെരുവിൽ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വിവിധ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രക്ഷോഭം, കർണിസേന അടക്കം വലിയ പ്രക്ഷോഭമാണ് ഇതിനെതിരെ പ്ലാൻ ചെയ്യുന്നത്. UGC കൊണ്ടുവന്ന ചട്ടം എന്താണെന്ന് വെച്ചാൽ രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുല സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ. സുപ്രീം കോടതി UGCക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. സർവകലാശാലകളിലെ ഇത്തരത്തിലുള്ള ജാതി വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശപ്രകാരം UGC പുതുതായിട്ട് കുറേ ചട്ടങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് 3 ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൻറ്റേഴ്സ്, അത് കണക്ക് ഇക്വിറ്റി സ്ക്വാഡ്, ഇക്വിറ്റി കമ്മിറ്റി എന്നിങ്ങനെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നാണ് UGCയുടെ പ്രധാന നിർദ്ദേശം. ഈ നിർദ്ദേശത്തിൽ സവർണ്ണ സംഘടനകൾ ആരോപിക്കുന്നത് ഇതിൻ്റെ അകത്ത് മുമ്പ് SC/ST വിഭാഗങ്ങളെ മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തവണ OBC വിഭാഗങ്ങളെ കൂടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ സവർണ്ണ സംഘടനകൾ ആരോപിക്കുന്നത് ജനറൽ വിഭാഗങ്ങൾക്കെതിരെയുള്ള പരാതികൾക്ക് കാരണമാകും. അതുകൂടാതെ ഈ കമ്മിറ്റികളിൽ SC/ST വിഭാഗങ്ങൾക്കൊപ്പം OBCക്കാരെയും അത് കണക്ക് അംഗപരിമിതരായ ആൾക്കാരെ ഉൾപ്പെടുത്തണമെന്നുണ്ട്. അതേസമയം ഈ കമ്മിറ്റികളിലും ജനറൽ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇത് എല്ലാ തരത്തിലും ജനറൽ വിഭാഗങ്ങൾക്കെതിരെയുള്ള പരാതികൾക്ക് കാരണമാകുമെന്നാണ് ഈ സവർണ്ണ സംഘടനകളുടെ അവകാശവാദം. ഉത്തർപ്രദേശിലെ BJP നേതാക്കളടക്കം ഇതിൻ്റെ അകത്ത് കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മുൻ MPമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ അടക്കം കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 ഇവർ ബന്ധടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അജിംസ്, നമുക്ക് ഈ മണ്ഡൽ പ്രക്ഷോഭകാലത്തെ സമരങ്ങൾ ഓർമ്മയുണ്ട്. അതിന് സമാനമായ ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഈ UGCയുടെ ഈ ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? തീർച്ചയായിട്ടും അതിന് സമാനമായ സാഹചര്യമാണ്. ഒരു പക്ഷേ ഈ 2012 UGC ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. 2012 ഗൈഡ് ലൈൻ യഥാർത്ഥത്തിൽ SC/ST വിഭാഗങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അഡ്വൈസറി സ്വഭാവത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് അതിലുള്ളത്. ഈ പറഞ്ഞതുപോലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികളും അതിലംഗത്വവും അതുപോലെ അത് പാലിക്കാത്ത യൂണിവേഴ്സിറ്റികൾക്ക് UGC ഗ്രാൻഡ് നിഷേധിക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അഡ്വൈസറി സ്വഭാവമാണ്, ഉപദേശ സ്വഭാവത്തിലാണ്. പക്ഷേ അത് നടപ്പാക്കിയില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടിയെക്കുറിച്ച്, അതിന് എൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചൊന്നും വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ രോഹിത് വെമുലയുടെയും പിന്നെ പായൽ തദ്വിയുടെയും അമ്മമാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി കഴിഞ്ഞ വർഷം അത് പരിഗണിച്ചുകൊണ്ട് ഈ റൂൾസ് പുതുക്കി കുറേ കൂടി സ്ട്രിക്റ്റർ ലോ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആദ്യം പാർലമെൻറ്റിൽ രൂപീകരിച്ചൊരു ഡ്രാഫ്റ്റുണ്ട്. ആ ഡ്രാഫ്റ്റിൽ ഈ OBC ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഡ്രാഫ്റ്റ് ഒരു പാർലമെൻ്ററി കമ്മിറ്റിക്ക് പോകുന്നു. ദിഗ്വിജയ് സിംഗ് ആയിരുന്നു ആ പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ആ പാർലമെൻ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് OBCകളെ കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത്. അതാണ് ശരിക്കും എന്താണ് പറയുക, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനായി മാറുന്നത്. ഈ OBC SC/ST ഇപ്പോൾ നമുക്കറിയാം, SC/ST അട്രോസിറ്റീസ് ആക്ട് നിലവിലുണ്ട്. ആ ആക്ടിനെതിരെയും ഈ പറയുന്ന സവർണ്ണ സേന പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സോക്കോൾഡ് ജനറൽ കാറ്റഗറി ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വീക്കർ സെക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന പ്രത്യേക നിയമങ്ങൾ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ പോക്സോ കേസുകളിലാണെങ്കിലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കേസുകളിലാണെങ്കിലും SC/ST അട്രോസിറ്റീസ് ആക്ടിലാണെങ്കിലും എല്ലാ നിയമങ്ങളും മിസ്യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ UAPA ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഇതാണ്. അതേതെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമമല്ല, ടാർഗറ്റ് ചെയ്തിട്ടുള്ള നിയമമാണ്. അപ്പോൾ എല്ലാ നിയമങ്ങളും മിസ്യൂസ് ചെയ്യപ്പെടാം. പക്ഷേ മിസ്യൂസ് ചെയ്യപ്പെടാതെങ്കിൽ എന്ത് വേണം? കൃത്യമായ എൻഫോഴ്സ്മെൻറ്റ് വേണം. കൃത്യതയുള്ള എൻഫോഴ്സ്മെൻറ്റാണ് അതിലാവശ്യം. അപ്പോൾ ഇതിൽ മാത്രമേ ഇപ്പോൾ SC/ST വിഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിയമമുണ്ട്. ഇത് നേരത്തെ നിലനിന്ന ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്കിനെ കുറേ കൂടി ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അന്ന് 2012 ഇത് വന്നപ്പോൾ ഉണ്ടാകാത്ത പ്രക്ഷോഭം എന്തുകൊണ്ടാണ് 2026 ഉണ്ടാകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അന്ന് അതിൽ OBC ഉണ്ടായിരുന്നില്ല, ഇന്ന് അതിൽ OBC ഉണ്ട്. OBC ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയ സംഘടനകളുടെ പേര് ശ്രദ്ധിക്കുക. സവർണ്ണ സേന എന്താ അതുകൊണ്ട് അർത്ഥമാകുന്നത്? വർണ്ണത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അതായത് ഈ പറയുന്ന ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, ഈ 4 വർഗത്തിൽപ്പെട്ട വർണ്ണമുള്ള ആളുകൾ, വർണ്ണാശ്രമ ധർമ്മത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ആ വർണ്ണാശ്രമ ധർമ്മത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും, ആ മുഴുവൻ മനുഷ്യരെയാണ് നമ്മൾ ഈ പറയുന്നത് എന്താണ് ബഹുജൻ സമാജ് എന്ന് വിളിക്കുന്നത്. വർണ്ണാശ്രമ ധർമ്മത്തിന് പുറത്തു നിൽക്കുന്ന ഈ ആളുകൾ, അതിലിപ്പോൾ SC/ST എന്ത് ചെയ്യും? അതിപ്പോൾ ഭരണഘടനയിൽ എഴുതി വെച്ചതുകൊണ്ട് അതിനെതിരെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് റിപ്പീൽ ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. കാരണം പറഞ്ഞാൽ തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടന പ്രത്യേകമായി തന്നെ സംരക്ഷിത വിഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് SC/ST വിഭാഗങ്ങൾ. അപ്പോൾ OBC ആണെങ്കിലോ, OBC അങ്ങനെ ഭരണഘടനാപരമായ നിർദ്ദേശങ്ങളാൽ ഉണ്ടായൊന്നല്ല. OBCകളുടെ സംവരണമാകട്ടെ, OBCകളുടെ
ഒ ബി സികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മറ്റ് ഫ്രെയിം വർക്ക്സ് ആവട്ടെ. അപ്പോൾ ഈ ഒ ബി സിയെ ഉൾപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നം, ഞങ്ങൾ ജനറൽ കാറ്റഗറി, ആ ജനറൽ കാറ്റഗറിയിലേക്ക് ഈ പറയുന്ന രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ വരികയാണ്. ഈ രാജ്യത്തെ പൗരന്മാരിലെ ബഹുഭൂരിഭാഗം എന്ന് പറയുന്നത് OBC, SC, ST എന്നീ വിഭാഗങ്ങളാണ്. അപ്പോൾ SC, STക്കെതിരെ സംസാരിച്ചാൽ അത് കേസാവും. സംസാരിക്കാൻ പറ്റുന്നതാണ് OBCക്കെതിരെയാണ്. ഇത് സെയിം മണ്ഡൽക്കാലത്തിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഇപ്പോൾ നമ്മൾ ഒരു ആവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറേ കൂടി എന്താണ് പ്രശ്നത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. അതിന് കാരണം ഇപ്പോൾ ഇതിപ്പോൾ BJP കൊണ്ടുവന്ന ഒരു നിയമമല്ല. കോടതി പറഞ്ഞിട്ട് BJP നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുമ്പോൾ പോലും BJPയുടെ വാദം എന്താണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നത് OBC വിഭാഗത്തിലേക്കും SC, ST വിഭാഗത്തിലേക്കും ഞങ്ങൾ പെനിട്രേറ്റ് ചെയ്തുകൊണ്ടാണ്, അവർ ഞങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നതെന്നാണ് BJP നിരന്തരമായി അവകാശപ്പെടുന്നതും. BJPയുടെ രാഷ്ട്രീയ വിജയങ്ങളെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ വിശകലനങ്ങളും എല്ലാം അങ്ങനെയാണ്. BJP അക്രോസ് ഓൾ കാസ്റ്റസ് എന്താണ് വോട്ട് ബാങ്കിലേക്ക് പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെ മറികടക്കാനാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമൊക്കെ OBC പൊളിറ്റിക്സ് പറയുന്നത് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ഇപ്പോൾ നോക്കുക, ഇന്ന് നമ്മൾ പുറത്തു വരുന്ന പ്രൊട്ടസ്റ്റിൻ്റെ റീൽസിൽ മുഴുവൻ ഉന്നത ഈ പറയുന്ന സവർണ ജാതിക്കാർ അവർ BJPയുടെ കൊടിയെടുത്ത് മാറ്റുന്നു, കാറിൽ നിന്ന് BJPന്ന് ചുരണ്ടിക്കളയുന്നു, മോദിയുടെയും അമിത്ഷായുടെയും കോലം കത്തിക്കുന്നു. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുവരെ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചിരുന്ന ഒരു സർക്കാർ ഞങ്ങൾക്കെതിരെ തിരിയുകയാണ്. ആർക്ക് വേണ്ടി? രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന രോഷപ്രകടനമാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇതിനിപ്പോൾ റിപ്പീൽ ചെയ്യാനും പറ്റില്ല. ഇല്ല, ഇനി ഞങ്ങളിതിൽ വെള്ളം ചേർക്കാൻ പോവാണ് എന്ന് പറയാനും പറ്റില്ല. കാരണം സുപ്രീം കോടതി അവിടെ ചെവിക്ക് പിടിക്കും. മറ്റൊന്ന്, ഈ പറയുന്ന ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളെ മടക്കാൻ കഴിയില്ല. കാരണം പ്രൊട്ടസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ അതൊരു സെക്യൂർഡ് വോട്ട് ബാങ്കാണ്. BJPയുടെ ഏറ്റവും സുരക്ഷിതമായ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ പിണക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ അടിത്തറ വോട്ടുകളാണ് പോകുന്നത്. ഈ അടിത്തറ വോട്ടുകൾ ഇപ്പോൾ ഓൾറെഡി UP പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രശ്നമാണ്. പ്രത്യേകിച്ചും നമ്മൾ 2-3 മാസം മുമ്പ് ശ്രദ്ധിച്ചിരുന്നു, ബ്രാഹ്മണ സമുദായങ്ങൾ BJPക്കെതിരെ തിരിയാണ് അവിടെ. കാരണം അതൊരു ക്ഷത്രിയ പാർട്ടിയാണ്. UPയിൽ BJP ഒരു ക്ഷത്രിയ പാർട്ടിയാണ്. യോഗി ആദിത്യനാഥ് ഠാക്കൂർമാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് BJP എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡയലമയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഇരുതല മൂർച്ചയുള്ളൊരു വാളിൻ്റെ പ്രശ്നമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന, സാമൂഹിക നിരീക്ഷകർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന സാധനം ശരിക്കും അതൊരു വർഗീയ എഞ്ചിനീയറിംഗ് ആണ്. ഈ വർഗീയ എഞ്ചിനീയറിംഗിൻ്റെ പ്രശ്നം ഒരു വിഭാഗത്തിനെതിരെ ചെയ്യുന്ന കാര്യങ്ങളെ മറുവിഭാഗം അപ്പീസ്മെൻ്റായിട്ട് കാണും. ഇതിപ്പോൾ എന്താണ്, OBCകൾ അപ്പീസ് ചെയ്യാനുള്ള BJPയുടെ ശ്രമം എന്നാണ് കാണുക. അത് മറുവിഭാഗത്തിനാകുമ്പോൾ അത് എതിരെ തിരിഞ്ഞു വരും. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അപ്പീസ്മെൻ്റായോ മറ്റെന്തെങ്കിലുമായോ അടിച്ചമർത്തലായോ വ്യാഖ്യാനിക്കപ്പെടാത്ത വിധം മെയ്വഴക്കത്തോടെ കൈത്തഴക്കത്തോടെ ചെയ്യാൻ കഴിയുന്നവർക്ക് അത് ചെയ്യാൻ കഴിയും. അതല്ലാത്ത പക്ഷേ അത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും. അത് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലും പല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല നാടകങ്ങളും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലാർജർ വേർഷനാണത്. BJP ശരിക്കും ട്രാപ്ഡാണ് ഈ വിഷയത്തിൽ. സാർ, ഈ രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ ഇത്തരത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എടുത്താൽ അതിൻ്റെ അകത്ത് SC, ST വിഭാഗത്തിനൊപ്പം തന്നെ OBCക്കാരും നിരവധി പേരുണ്ട്. കണക്കുകളൊക്കെ ഇത്തരത്തിൽ അനുകൂലമാകുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് UGC കൊണ്ടുവരുന്നത് സ്വാഗതാർഹമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, സർക്കാരിന് മുന്നിൽ വൻ സമ്മർദ്ദം വരുന്നു. ഉത്തർപ്രദേശിൽ നിന്നടക്കം കുറേ BJP നേതാക്കൾ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, മുമ്പ് ഉത്തർപ്രദേശിലെ ബ്രാഹ്മൺ MLA മാർ ഒരു മീറ്റിംഗ് കൂടിയിട്ട് നടന്നുകൊണ്ട്. ഇതിനെങ്ങനെയായിരിക്കും BJP മറികടക്കാൻ നോക്കുക? അല്ല, BJP അജിം സാറിൻ്റെ ഇതിൽ ശരിക്കും ട്രാപ്ഡ് ആകാനുള്ള കാരണം എന്ന് വെച്ചാൽ BJPയുടെ തന്നെ ചെയ്തികളാണ്. എന്തുകൊണ്ടാണ് BJPയുടെ ഏറ്റവും മോസ്റ്റ് ഫേവേർഡ് ഡെമോഗ്രഫി ആയിട്ടുള്ള ഈ സവർണ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വളരെ രൂക്ഷമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചേതോഹരം എന്ന് പറയാവുന്ന വീഡിയോസ് കാണാൻ പറ്റും. ആ നിലക്കാണ് സമരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. BJP ആഫീസിൻ്റെ മുകളിൽ കയറിയിട്ട് BJPയുടെ കൊടി വലിച്ചെറിയുന്നു. വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ്. അതും ഏറ്റവും കൂടുതൽ നടക്കുന്നത് UPയിലാണ്. BJPയുടെ ഹെഡ്ലാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ പറയുന്നത് ഞങ്ങളോട് ഞങ്ങൾക്കെതിരെ വിവേചനം കാണിക്കുന്ന നിയമമാണ് എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രൊമോഷൻ ഓഫ് എക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻസ് 2026 എന്ന് പറഞ്ഞിട്ടുള്ള UGCയുടെ ഈ ചട്ടങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ക്ലോസ് 3C ആണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതിൽ SC, ST, OBC ആ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളോടുള്ള വിവേചനത്തെ സവിശേഷമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്
എന്താണ് ഞങ്ങൾക്കെതിരെ വിവേചനം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് നിങ്ങളത് പരിഗണിക്കാത്തത് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ആ ചോദ്യത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ലോസ് അല്ലെങ്കിൽ ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി നോംസ് റൂൾസ് അതെപ്പോഴും സാധാരണഗതിയിൽ ഡിസ്ക്രിമിനേഷന് വിധേയരാകുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ, വിമർശനം വരുന്നുണ്ടല്ലോ, പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ടെക്നിക്കലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളോട് ഫേവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകൾ, അവരുടെ മൊഴികൾ, അവരുടെ അനുഭവങ്ങൾ, അതിനൊരു അപ്പർ ഹാൻഡ് അതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് പുരുഷനോടുള്ള വിവേചനമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അതിനെന്താ പറയുക, അഫേർമേറ്റീവ് ആക്ഷൻ എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുക. കാരണം ദുർബലരായ വിഭാഗങ്ങളെ, ആക്രമണത്തിനിരയാവുന്ന വിഭാഗങ്ങളെ അവരെ സവിശേഷമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിലക്കുള്ള ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ലോസ് ആൻഡ് റൂൾസ് ഉണ്ടാകുന്നത്. അത് സ്ത്രീകളുടെ കാര്യത്തിലുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുണ്ട്, പിന്നെ SC/ST കാര്യത്തിലുണ്ട്. ഇപ്പോൾ SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം നോക്കൂ, ഒരാളെ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആക്രമിക്കുന്നത്, അത് അടിക്കുക എന്ന് വിചാരിക്കുക, പരസ്യമായിട്ട് അടിക്കുന്നത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. അതല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അടിക്കുന്നത് അങ്ങനെ നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സവിശേഷ പരിരക്ഷ നൽകേണ്ട ജനവിഭാഗങ്ങളെ സവിശേഷമായി പരിഗണിക്കും ഇത്തരം നിയമങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്യാമ്പസുകളിൽ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ വലിയ തോതിൽ വിവേചനത്തിന് വിധേയരാകുന്നു. വിവേചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്നുള്ള വിവേചനങ്ങൾക്ക് വിധേയമാകുന്നുള്ളതിൻ്റെ ധാരാളക്കണക്കിന് അനുഭവങ്ങൾ വന്നു. നമ്മുടെ മലയാളിയായിട്ടുള്ള ഫാത്തിമ നഫീസ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു പെൺകുട്ടി ചെന്നൈ IITയിൽ മരണപ്പെട്ട സംഭവം അറിയില്ലേ? അവർ SCയിൽപ്പെട്ടല്ല, STയിൽപ്പെട്ട, അവർ OBC മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടാണ്, OBC കാറ്റഗറിയിൽപ്പെട്ടാണ്. അപ്പോൾ ഫാത്തിമ നഫീസിൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെയുണ്ട്. അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും നിലക്ക് ആ പ്രശ്നത്തിൽ ഇടപെടാൻ അതിനുള്ളൊരു ഫ്രെയിംവർക്ക് നമുക്കില്ല. കാരണം അവിടുത്തെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ വിവേചനമാണ് അവരുടെ കുടുംബം മുന്നോട്ട് വെച്ചത്. ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്തു, ബഹളം വെച്ചു എന്നുള്ളതല്ലാതെ നിയമപരമോ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള സപ്പോർട്ട് ഫാത്തിമ നഫീസിൻ്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ലഭിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രോഹിത് വെമുല ഇൻസിഡൻറ്റിന് ശേഷം ആക്ച്വലി എന്താണ്, രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു ആ പ്രക്ഷോഭത്തിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. കാരണം നിങ്ങൾ ഈ കാണുന്നത് പോലെയല്ല, പ്രത്യേകിച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിലൊരു തമാശ. ഇന്ത്യയിലെ പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹയർ റിസർച്ചുകൾ നടക്കുന്ന, സയൻറ്റിഫിക് റിസർച്ചുകൾ നടക്കുന്ന, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട, നമ്മൾ ഏറ്റവും ബ്രില്യൻ്റായ, ഏറ്റവും ഇൻ്റലിജൻ്റായ വിദ്യാർത്ഥികൾ പഠിക്കുന്നു, ഏറ്റവും ബ്രില്യൻ്റ് ആൻഡ് ഇൻ്റലിജൻ്റായ അധ്യാപകർ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത്തരം വിവേചനങ്ങളുടെ രാവണൻ കോട്ടകളായി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ രാക്ഷസ കോട്ടകളായി നിലനിൽക്കുന്നത്. സാധാരണ പാരൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഡിഗ്രി കോളേജുകളിലോ അല്ല, ഇത്രയും ഉയർന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഇത് ഏറ്റവും അധികം നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നത്തെ സവിശേഷമായി അഡ്രസ്സ് ചെയ്യണം. അതാണ് രോഹിത് വെമുല ആക്ട് എന്ന് പറയുന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, കോടതി ഇടപെടലുകൾ, അതിൻ്റെയൊക്കെ സമ്മർദ്ദത്തെ തുടർന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന എക്വിറ്റി പ്രപ്പോസൽ എന്ന് ഈ പറയുന്ന പുതിയ UGCയുടെ നോംസ് വന്നിരുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അതിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട വിഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷന് വിധേയരാകുന്ന വിഭാഗങ്ങളായിട്ട് SC/ST ആൻഡ് OBC ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവർക്കെതിരെയുള്ള വിവേചനങ്ങളെ സവിശേഷമായി പരിഗണിക്കാനുള്ള പ്രൊവിഷൻസ് അതിൽ 3C ക്ലോസിൽ വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ സടകുടഞ്ഞ് നിൽക്കുകയാണ്. സവർണസേന, കർണിസേന എന്നൊക്കെ പറഞ്ഞ് സടകുടഞ്ഞ്. എന്തുകൊണ്ടാണ് ഇവരെല്ലാം ജനറലി സ്പീക്കിംഗ് അവർ RSS BJP പശ്ചാത്തലത്തിലുള്ളതായിരിക്കും ഈ പ്രക്ഷോഭത്തിന്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഭാരതം, ഇന്ത്യ, ഈ മഹത്തായ ഒരു രാജ്യത്ത് അതിലൊരു ജനറലായിട്ടുള്ള റൂൾസ് അല്ലാതെ സവിശേഷമായ പെർട്ടിക്കുലറായിട്ടുള്ള റൂൾസ് ആൻഡ് ലോസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാന നിലപാട്. അതുകൊണ്ടാണല്ലോ അവർ സംവരണത്തിനെതിരാണ്. സംവരണത്തിന് എന്തുകൊണ്ടാണ് എതിരാകുന്നത്? സംവരണം എന്ന് പറയുന്നത് ടെക്നിക്കലി അതൊരു ഡിസ്ക്രിമിനേഷനാണ്. പക്ഷേ അതൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനാണ്. സവിശേഷ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സവിശേഷമായി ശ്രദ്ധ കൊടുക്കുക, സവിശേഷമായി പരിരക്ഷ കൊടുക്കുക. ഇതാണ് റിസർവേഷൻ്റെ പിന്നിലെ ഫിലോസഫി എന്ന് പറയുന്നത്. ഇത് ന്യൂനപക്ഷ കമ്മീഷൻ പിരിച്ചുവിടണമെന്ന അഭിപ്രായമാണല്ലോ BJPക്കുള്ളത്.
എന്നാൽ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരിക്കെ എന്തിനാണ് ന്യൂനപക്ഷ കമ്മീഷൻ? അവരുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മനുഷ്യരെല്ലാവരും ഭാരത പൗരന്മാരാണ്, ഇവിടുത്തെ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു കമ്മീഷനുണ്ട്, അതിന് ലോസ് ഉണ്ട്. അപ്പോൾ മൈനോറിറ്റീസിന് മാത്രമായിട്ട് എന്തിനാണ് ഒരു കമ്മീഷൻ? മനുഷ്യാവകാശ കമ്മീഷൻ വേണ്ടതില്ല എന്നുള്ളതാണ് അടിസ്ഥാന നിലപാട്. ഈ നിലപാട് കേട്ട് അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട കുട്ടികളാണ് ഇവരുടെ റാങ്ക് ആൻഡ് ഫയലാണ്. അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട ആ നിലക്കാണ്. ഇത്തരം സവിശേഷമായ പരിരക്ഷകൾ ആവശ്യമില്ല. അപ്പോൾ ജമ്മു കാശ്മീരിന് 370 സവിശേഷമായ ഒരു പ്രൊവിഷനുണ്ട്. അതിനെതിരെ സമരം ചെയ്തു. അവരുടെ അടിസ്ഥാന സമരമായിരുന്നു. പക്ഷെ അതേസമയം അത്തരം സവിശേഷ പരിരക്ഷയുള്ള 371ഉം 2ഉം 3ഉം 4ഉം ഒക്കെയുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട് എന്നവർ ഓർക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു ജനറൽ ആയിട്ട് ഒരു തീംസ് അല്ലെങ്കിൽ ജനറൽ ലോസ് എന്നുള്ളതല്ലാതെ സവിശേഷ പ്രശ്നങ്ങളെയും സവിശേഷ വിഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന നിയമങ്ങൾ എന്നുള്ളത് ആശയപരമായിട്ട് തന്നെ അവരെതിരാണ്. അങ്ങനെ വളർത്തപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അവർ ഈ പറയുന്ന പുതിയ UGC നോംസിൽ ഇത് കാണുമ്പോൾ അവർക്ക് ഹാലിളകുകയാണ്. ഇതെന്താണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ പ്രൊട്ടക്ഷൻ ലോ എന്തിനാണ് വന്നത്? അത് അവർ ഡിസ്ക്രിമിനേഷന് വിധേയരാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് വിധേയരാകാത്ത ആ നിലയ്ക്ക് വിധേയരാകുന്നു എന്ന് പറയുമ്പോൾ സവർണ വിഭാഗത്തിൽപ്പെട്ട ആർക്കും അടി കിട്ടുന്നില്ല, അവർക്ക് യാതൊരു പ്രശ്നവും വിഷമമൊന്നുമില്ല എന്നുള്ളതല്ല. അവർ സവർണരായി മുന്നാക്ക ജാതിയിൽപ്പെട്ടവരായി എന്നുള്ളതിൻ്റെ പേരിൽ അവർ ആക്രമിക്കപ്പെടുകയോ വിവേചനത്തിന് വിധേയരാകുകയോ ചെയ്യുന്നില്ല. ഇവർ എന്തുകൊണ്ടാണ് ആക്രമണത്തിന് വിധേയരാകുന്നത്, വിവേചനത്തിന് വിധേയരാകുന്നത്? അവർ SC ആയി അല്ലെങ്കിൽ ST ആയി അല്ലെങ്കിൽ OBC ആയി എന്നുള്ളതിൻ്റെ പേരിലാണ്. മാത്രം ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടില്ലേ, ഡൽഹി പറയുന്ന നോർത്ത് ഈസ്റ്റിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ച്. ഒരു കുട്ടി മരണപ്പെട്ടു ഉത്തരാഖണ്ഡിൽ. അവരെ വിളിക്കാനുള്ള ഈ റേഷ്യൽ സ്ലറുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള പരാതികൾ അവർ ധാരാളമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലെ വിദ്യാർത്ഥികൾ, സദേൺ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾ. ഇപ്പം മലയാളികൾ ഇപ്പോൾ അത് കുറച്ച് മാറിയിട്ടുണ്ട്. മദ്രാസികളെന്നേ വിളിക്കുള്ളൂ, മലയാളി എന്ന് പോലും വിളിക്കില്ല. മദ്രാസികൾ എന്നാണ് ഡൽഹിയിൽ സാധാരണ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ അവരെ പരിഗണിക്കുന്ന റൂൾസ് വരുമ്പം സ്വാഭാവികമായിട്ട് ഇവർക്കത് പ്രശ്നമാവും. പക്ഷേ ഇതൊന്ന് BJP എങ്ങനെ ഊരുമെന്നുള്ളതാണ് ഇനിയുള്ള കൗതുകം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഊന്നുന്നത് OBC വിഭാഗത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ OBCയെ പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഇപ്പോൾ ഈ മൂക്കിൽ ക്ഷൗരക്കത്രിക കയറ്റി അതേ പ്രശ്നമുണ്ട്. ഇത് അവിടെ വലിച്ചാലും പ്രശ്നം, അവിടെ വെച്ചാലും പ്രശ്നം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് BJP എത്തിയിരിക്കുന്നത്. അതെ, രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ ജാതി വിവേചനം ഒരു തീരാക്കഥയാണ്. UGCയുടെ ഇത്തരം ചട്ടങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ BJP ഇതിനെ എങ്ങനെ മറികടക്കും എന്നാണ് നമുക്കറിയേണ്ടത്.